ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഏതൊരു ശരാശരി മലയാളി യുവാക്കളുടെയും സ്വപ്നങ്ങളിൽ എവിടെയെങ്കിലും ഒരു സർക്കാർ ജോലി എന്ന മോഹം കാണും. ചിലർക്ക് അതൊരു കരിയർ ലക്ഷ്യമാണ്, എന്നാൽ മറ്റു ചിലർക്ക് അത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സ്വപ്നവുമാണ്. വർഷങ്ങൾ കടന്നുപോയിട്ടും പല പരീക്ഷകൾ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റുകൾ വന്നും പോയും ഇരുന്നിട്ടും ആ ഒരു മോഹം ഇപ്പോഴും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ടോ? അതോ കാലം മാറിയപ്പോൾ നിങ്ങൾ ആ ചിന്ത ഉപേക്ഷിച്ചോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലെ ഈ കനലിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും PSC ഓഫീസുകൾക്കും പരീക്ഷാ ഹാളുകൾക്കും പിന്നാലെ ഓടുന്നത്? 2026-ലും ഇതിന് ഇത്ര പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. പ്രൈവറ്റ് കമ്പനികളിലെ ഹയറിംഗ് ആൻഡ് ഫയറിംഗ്, പേടിയില്ലാതെ രാത്രി സമാധാനമായി ഉറങ്ങാം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. പിന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു ചോദ്യം, എന്താ പരിപാടി എന്ന ചോദ്യത്തിന് ഗവൺമെൻറ് സർവീസിലാണ് എന്ന് പറയുന്നതിൽ ആ ഒരു ഗമ, അത് തരുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല അല്ലേ? പക്ഷേ ഈ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ നൽകുന്ന വില എന്താണ്? പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ആവേശം 1-2 വർഷം കഴിയുമ്പോൾ പതുക്കെ കുറഞ്ഞു തുടങ്ങും. കൂട്ടുകാർ പലരും വിദേശത്തേക്ക് പോകുന്നു, ചിലർ ബിസിനസ് തുടങ്ങുന്നു, മറ്റു ചിലർക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോഴും നമ്മൾ ഒരു മുറിക്കുള്ളിൽ പുസ്തകങ്ങൾക്കിടയിൽ ഇരിക്കുകയാണ്. ഇനി അടുത്ത തവണ നോക്കാം എന്ന് സ്വയം പറഞ്ഞു മടുത്തിട്ടുമുണ്ടാകും. നമ്മൾ എത്ര നേരം പഠിക്കുന്നു എന്നതിലല്ല, എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. പണ്ട് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി അത് കാണാപ്പാഠം പഠിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ PSC പരീക്ഷകൾ നോക്കൂ, അവ നിങ്ങളെ ഒരു വിജ്ഞാനകോശമാക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. പലരും ചെയ്യുന്ന തെറ്റ് സിലബസ് നോക്കാതെ പഠിച്ചു തുടങ്ങുക എന്നതാണ്. കടലിൽ ദിശ അറിയാതെ കപ്പൽ യാത്ര നടത്തുന്നത് പോലെയാണ് സിലബസിലെ ഓരോ പോയിന്റും നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് ഏത്, അറിയാത്തത് ഏത് എന്ന് ആദ്യം വേർതിരിക്കുക. ഫോക്കസ് ഓൺ യുവർ വീക്ക്നെസ് ബട്ട് പോളിഷ് യുവർ സ്ട്രെങ്ത്. ഇതാകണം നിങ്ങളുടെ മന്ത്രം. റിവിഷനാണ് മറവിക്ക് എതിരെയുള്ള മരുന്ന്. ഇന്ന് പഠിക്കുന്നത് നാളെ മറന്നു പോകുന്നു എന്നത് എല്ലാവരുടെയും പരാതിയാണ്. ഇവിടെയാണ് ആക്റ്റീവ് റീകോൾ എന്ന വിദ്യ വേണ്ടത്. വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. ആഴ്ച അവസാനം പുതിയത് പഠിക്കാതെ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ മാത്രം റിവിഷൻ ചെയ്യാനായി മാറ്റിവെക്കുക. പഴയ ചോദ്യപേപ്പറുകൾ വെറുതെ നോക്കിയാൽ പോരാ, അത് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശീലിക്കണം. ഓരോ തെറ്റും എവിടെയാണ് പറ്റിയതെന്ന് വിശകലനം ചെയ്യുക. ഓപ്ഷനുകളിലെ മറ്റു 3 ഉത്തരങ്ങൾ ഏത് ചോദ്യത്തിൻ്റെതാണെന്ന് കൂടി കണ്ടെത്തുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും. പഠനത്തിനിടയിൽ പലപ്പോഴും നമുക്ക് തോന്നാം, എനിക്കിത് പറ്റില്ലേ എന്ന്. പ്രത്യേകിച്ച് വീട്ടിലെ കഷ്ടപ്പാടുകളും നാട്ടുകാരുടെ ചോദ്യങ്ങളും കൂടുമ്പോൾ. ആ സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് നമ്മുടെ ജീവിതം മോശമാണെന്ന് വിചാരിക്കരുത്. ഓരോരുത്തരുടെയും സമയം വ്യത്യസ്തമാണ്. 24 മണിക്കൂറും പഠിക്കരുത്. ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനോ ഒരു ചെറിയ വ്യായാമത്തിനോ സമയം കണ്ടെത്തണം. അത് നിങ്ങളുടെ തലച്ചോറിന് റീചാർജ് ചെയ്യാൻ സമയം നൽകും. നെഗറ്റീവ് മനുഷ്യരെ ഒഴിവാക്കുക. നിനക്കിതൊന്നും കിട്ടില്ല എന്ന് പറയുന്നവരോട് തർക്കിക്കാൻ നിൽക്കണ്ട. പകരം ചിരിച്ചുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കുക. നിങ്ങളുടെ റിസൾട്ട് അവർക്കുള്ള മറുപടിയാകട്ടെ. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് പഠിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് സംവിധാനത്തിലെ കാലതാമസം കൊണ്ടാണ്. ഒരു പരീക്ഷ നടന്ന് അതിൻ്റെ ലിസ്റ്റ് വരാൻ എടുക്കുന്ന വർഷങ്ങൾ, നമ്മുടെ പ്രായമാണ് അവിടെ ഹോമിക്കപ്പെടുന്നത്. ഓവർ ഏജ്ഡ് ആകുമോ എന്ന പേടി കൂട്ടിനും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങളാണ് ഈ ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ പോരാട്ടം നിങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നുണ്ടോ? നമുക്ക് സത്യസന്ധമായി ചില കാര്യങ്ങൾ സംസാരിക്കാം. സർക്കാർ ജോലി ഒരു സുരക്ഷിത കവചമാണ്, പക്ഷെ അതല്ല ജീവിതത്തിലെ ഏക വഴി. ഇന്ന് ലോകം മാറുകയാണ്. സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലിയേക്കാൾ മികച്ച ശമ്പളം കിട്ടുന്ന മേഖലകൾ വേറെയുമുണ്ട്. നിങ്ങൾ ഈ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുമ്പോൾ തന്നെ മറ്റൊരു വരുമാന മാർഗം അല്ലെങ്കിൽ മറ്റൊരു സ്കിൽ കൂടി വികസിപ്പിക്കുന്നത് തോൽവി സമ്മതിക്കലല്ല, മറിച്ച് ബുദ്ധിയാണ്. ഒരു വശത്ത് പഠനം നടക്കട്ടെ, മറുവശത്ത് ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ സാങ്കേതിക വിദ്യകളും ഗവൺമെന്റ് ജോലികളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ പല മുറിവുകളെയും തൊട്ടുണർത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ ആ പഴയ ആവേശം തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ടാകും. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നത്, എനിക്ക് പ്രായം കൂടുകയാണല്ലോ, ഇത്രയും പഠിച്ചിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്താണ്. പക്ഷേ സുഹൃത്തെ, നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പഠനകാലം നിങ്ങളെ എത്രമാത്രം മാറ്റിമറിച്ചു. പണ്ട് അറിവില്ലാതിരുന്ന എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചെടുത്തു. നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ സഹനശക്തി,
പ്രതിസന്ധികളെ നേരിടാനുള്ള നിങ്ങളുടെ മനസ്സ്, ഇതൊക്കെ ഏതൊരു ജോലിയേക്കാളും വലിയ സമ്പാദ്യങ്ങളാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. സ്വയം വിശ്വസിക്കുക. ഭാഗ്യം കൊണ്ടല്ല, കഠിനാധ്വാനം കൊണ്ട് മാത്രം ജയിച്ച ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും വരാൻ അധികം ദൂരമില്ല. രണ്ടാമത്തെ കാര്യം, ലിമിറ്റ് നിശ്ചയിക്കുക. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം, അതുവരെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് 100% നൽകുമെന്ന് ഉറപ്പു നൽകുക. ആ ലക്ഷ്യം കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു എന്ന സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ജീവിതം ആഘോഷിക്കാൻ മറക്കരുത്. ഒരു ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ എന്ന് കരുതി ജീവിതം മാറ്റിവെക്കരുത്. ഈ നിമിഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നതും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ സന്തോഷത്തോടെ പഠിക്കാനിരിക്കുക. അവസാനമായി പറയാനുള്ളത്, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആ മോഹം ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പൊടി തട്ടിയെടുക്കുക. ഇത്തവണ പഠിക്കുന്നത് പരീക്ഷ പാസ്സാകാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ തോൽപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാകട്ടെ. നിങ്ങളുടെ പോരാട്ടം തുടരുക. ലോകം എന്തു പറഞ്ഞാലും നിങ്ങളുടെ കഴിവിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ഗവൺമെന്റ് ജോബ് എന്ന മോഹം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പക്ഷെ അതിനെ ഒരു വാശിയായിട്ടല്ല, ഒരു ലക്ഷ്യമായി കാണുക. തോൽവികളിൽ തളരരുത്. തോൽവികളിൽ നിന്ന് പാഠം പഠിക്കണം. ഈ വർഷം നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയട്ടെ. കഠിനാധ്വാനത്തിനോടൊപ്പം തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അതായിരിക്കും എൻ്റെ വിജയം. വരാനിരിക്കുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് എല്ലാവിധ വിജയവും നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.